ഞാനിവിടെ സൈറ്റ് ഓപ്പൺ ആക്കിയാണ്. ഓക്കെ, ഞാനിവിടെ സൈറ്റ് ഓപ്പൺ ആക്കി നമ്മൾ നല്ല വൈബ് ഡ്രസ്സിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ വാലറ്റ് എടുക്കുക. വാലറ്റിൽ നമുക്കിവിടെ USDT എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. USDTയുടെ റിസീവിങ് അഡ്രസ്സ് QR കോഡ് മോഡലുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി അഡ്രസ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എവിടെ നിന്നാണ് ഫണ്ട് ഇവിടത്തേക്ക് എത്തിക്കുന്നത് അവിടത്തേക്ക് പോകും. ഞാൻ ഫിനാൻസിൽ നിന്നാണ് എത്തിക്കുന്നത്, ഫിനാൻസിലോട്ട് പോകുന്നു. ഞാനിവിടെ നേരെ നമ്മുടെ സ്പോട്ട് വാലറ്റിൽ എത്തിയിട്ടുണ്ട് ഫിനാൻസിൽ. അവിടെ ഞാൻ USDT ക്ലിക്ക് ചെയ്യുന്നു. USDTയിൽ 15 USDT ഉണ്ട്. അവിടെ സെൻഡ് ടു ഫിനാൻസ് യൂസേഴ്സ് അല്ല, അവിടെ വിത്ഡ്രോ അസറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. വിത്ഡ്രോ അസറ്റിൽ ഇവിടെ നമ്മൾ വാലറ്റ് അഡ്രസ്സ് ഏത് അഡ്രസ്സിലേക്കാണോ സെൻഡ് ചെയ്യേണ്ട ആ അഡ്രസ്സ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മാക്സിമം അല്ല, നമ്മൾ എത്രയാണ് ചെയ്യുന്നത് 15 USDT ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെറ്റ്വർക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുന്നു. BNB BP20 ആണ്. BP20 നെറ്റ്വർക്കാണ് നമ്മൾ അയക്കുന്നത്. അതിനുശേഷം വിത്ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ പാസ് കീ കൊടുക്കാനുണ്ട്. ഫിനാൻസിൽ നിന്നാണ് പോകുന്നത്. പാസ് കീ ഉണ്ട്. അങ്ങനെ പാസ് കീ കൊടുത്ത് നമ്മുടെ വിത്ഡ്രോവൽ ഇവിടെ സക്സസ് ആയിരിക്കുകയാണ്. അത് നേരെ നമ്മൾ ഇവിടെ സക്സസ് ആയിരിക്കുകയാണ്. പ്രോസസ്സിംഗ് ആണ്, ഇതിപ്പോൾ സക്സസ് ആവും. ഓക്കെ, അങ്ങനെ USDT വിത്ഡ്രോ സക്സസ് ആയിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തി നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വേവ് ട്രസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വേവ് ട്രസ്റ്റിൽ ഞാനിവിടെ സ്റ്റാർട്ട് സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാർട്ട് സ്റ്റേക്കിംഗ്. അവിടെ ഞാനിപ്പോൾ $12 സ്റ്റേക്കിംഗ് ഇടുന്നത്. $11 സ്റ്റേക്കിംഗ് ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ കിട്ടാവുന്നത് 13.75 USDT ആണ്. ഇവിടെ ബാലൻസ് ഉള്ളത് 14.99 ആണ്. അപ്പോൾ ഇവിടെ സ്റ്റേക്ക് WTX എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റേക്ക് WTX. ഓക്കെ, ഇവിടെ 1.5% എനിക്ക് ഡെയിലി കിട്ടുന്നത് ആ സ്റ്റേക്കിംഗ് ഇതായിട്ട്. ഇവിടെ കൺഫേം സ്റ്റേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ BNB ചോദിക്കുന്നുണ്ട്. BNB ഗ്യാസ് കാർഡ് ചോദിക്കുന്നുണ്ട്. കുറച്ച് BNB ഞാൻ ഇവിടത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടുന്ന് BNB അങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയാണ്. ഇവിടെ ഞാൻ BNB BP20 അഡ്രസ്സിലേക്ക് പോവുകയാണ്. അവിടെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. അവിടെ അഡ്രസ്സ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അതിലിപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള BNB എന്ന് പറയുന്നത് അതിൽ നിന്ന് ഞാൻ 0.00975 $0.01, അതായത് ഏകദേശം $5-8 ഇത് കട്ടാക്കാൻ പറ്റും. $5-8 ഞാൻ ഇവിടേക്ക് സെൻഡ് ആക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തിട്ട് അതിൽ സെൻഡ് കൊടുക്കുന്നു. സെൻഡ് കൊടുത്തിട്ട് നമ്മളിവിടെ ഫിംഗർ പ്രിൻറ്റ് കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തിട്ട് ഓക്കെ. അപ്പോൾ BNB ഞാൻ ഇവിടത്തേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വേവ് ട്രസ്റ്റിൽ BNB വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നേരെ ഫോമിലേക്ക് പോകുന്നു. ഫോമിൽ സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ 11 USDT സ്റ്റേക്ക് 11 WTX സ്റ്റേക്ക് ചെയ്യുന്നു. 13.75 USDT കോസ്റ്റ് വരുന്നത്. ഇവിടെ സ്റ്റേക്ക് WTX എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കൺഫേം സ്റ്റേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ ഇന്നത്തെ അങ്ങനെ സ്റ്റേക്കിംഗ് കൺഫേം ആയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത് T1 പൊസിഷൻ 11 WTX സ്റ്റേക്കഡ് 11 WTX ഡെയിലി 0.165 WTX വെച്ചിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഗ്രസ് നോക്കാം. പ്രോഗ്രസ്സിൽ പോയിട്ട് നോക്കുകയാണ് ഞാൻ. ഇവിടെ ഞാൻ അഫിലിയേറ്റിൽ പോയിട്ട് പ്രോഗ്രസ് ചെക്ക് ചെയ്യുകയാണ്. പ്രോഗ്രസ് ഓക്കെ. എൻ്റെ സ്റ്റാർട്ടർ എന്ന് പറയുന്ന റാങ്ക് ഞാനിവിടെ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ബ്രോൺസിലേക്ക് എത്തിയിരിക്കുകയാണ്. R1 എന്ന് പറയുന്ന റാങ്കിലേക്ക് ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലെവൽ R2 ആണ്. അപ്പോൾ ഇവിടെ
ഓക്കെ, ഇവിടെ R1 പേഴ്സൺ സ്റ്റേക്ക് 10, ഡബ്ല്യു എക്സാമ്പിൾ വേണ്ടത് 15 ഞാൻ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് വോളിയം 50 ആണ്, 50 കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് ലെഗ്സ് 3 ലെഗ് മതി, 28 ലെഗ് ഉണ്ട്. ഓക്കെ.